अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फअऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. एक दुनियादार शख्स को ഒരു ഭൗതികനായ വ്യക്തിയോട് ആരിലെങ്കിലും യഥാർത്ഥത്തിലുള്ള തഖ്വ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് ഈ ലോകത്തിലെ എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായും അയാൾ പറയും, ഇതെല്ലാം നിരർത്ഥകമായ കാര്യങ്ങളാണ്. മതത്തിന്റെ പേരിൽ തനിക്കു ചുറ്റും ആളുകളെ കൂട്ടുന്നതിനു വേണ്ടിയാണ് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് മതത്തിന്റെ പേരിൽ ചിലർ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നത് ശരി തന്നെ. അതിൽ അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ ഉണ്ടായിരിക്കും. അവരിൽ സ്വയം തഖ്വ ഉണ്ടായിരിക്കുകയില്ല. അവരുടെ പിന്നിൽ ചരിക്കുന്നവരിലും തഖ്വ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇതിനെതിരിൽ നാം കാണുന്നു, പ്രവാചകന്മാരും അവരുടെ ജമാഅത്തും യഥാർത്ഥ അധ്യാപനങ്ങൾ അനുസരിച്ച് ചരിക്കുന്നവർ, അവർക്ക് തഖ്വയുടെ യഥാർത്ഥത്തിലുള്ള ഗ്രാഹ്യം ഉണ്ടായിരിക്കും. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് ഭൗതിക വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തഖ്വയെ അന്വേഷിക്കുകയും തഖ്വയിൽ ചരിക്കുകയും ചെയ്യുന്നു. എനിക്ക് നൂറുകണക്കിന് കത്തുകൾ വരുന്നു. അതിൽ ഇപ്രകാരം പ്രകടിപ്പിക്കുന്നു: അല്ലാഹു ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും തഖ്വ ഉണ്ടാക്കി തീർക്കട്ടെ. ഈ പരിവർത്തനം തീർച്ചയായും അവരിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും തങ്ങളുടെ ബൈഅത്തിന്റെ പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യണം എന്ന ചിന്ത മൂലമാണ് ഉണ്ടാകുന്നത്. ഈ ആഗ്രഹവും അല്ലാഹുവുമായിട്ടുള്ള ബന്ധവും അവനോടുള്ള ഭയവും ഖശിയത്തും അവരെ ഭൗതിക കാര്യങ്ങളിൽ നിന്ന് മുക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഭൗതിക അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടവരായി അവർ മാറിയിട്ടില്ല. അല്ലാഹു പ്രവാചകന്മാരെയും തന്റെ നിഅമത്തുകൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു. അവരെ യഥാർത്ഥ രീതിയിൽ വിശ്വസിക്കുകയും അവരുടെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെയും ഈ ഭൗതിക നിഅമത്തുകൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു. ചില സമയത്ത് ചില താൽക്കാലിക പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അവസ്ഥകൾ മെച്ചപ്പെട്ടതായി മാറുന്നു. അതുപോലെ തന്നെ മുത്തഖിയിൽ മിതവ്യശീലവും ഉണ്ടായിരിക്കും.
ഈ മിതവ്യയശീലം കൊണ്ട് നിസ്സാരമായ ബുദ്ധിമുട്ടുകളെ അവർ സഹിക്കുകയും ചെയ്യുന്നു. പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ലഭിക്കുന്ന നിഅമത്തുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ അള്ളാഹു നൽകുന്നത് കുറച്ചാണെങ്കിലും മുത്തക്കി നന്ദി പ്രകടിപ്പിക്കുന്ന ശീലം ഉണ്ടാകുന്നു. അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്ന ശീലമുണ്ടായാൽ അള്ളാഹു കൂടുതലായി അനുഗ്രഹം നൽകുന്നു. ഈ അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് ഒരു യഥാർത്ഥ മുഅ്മിൻ ത്യാഗങ്ങൾക്കായി തയ്യാറാവുകയും ചെയ്യുന്നു, ത്യാഗം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ വിഷയത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഗ്രാഹ്യം നാം അഹ്മദികൾക്കാണുള്ളത്. നമ്മുടെ മുമ്പിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടവും ഉണ്ട്, അങ്ങയുടെ സത്യസന്ധനായ ദാസന്റെ കാലഘട്ടവും മാതൃകയും മുന്നിലുണ്ട്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, നോക്കൂ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജനങ്ങൾ സർവസ്വവും പിടിച്ചുവാങ്ങി. അതുപോലെ തന്നെ സഹാബ റിസ്വാനുല്ലാഹി അലൈഹിമിൽ നിന്നും എല്ലാം പിടിച്ചുവാങ്ങി. എന്നാൽ അള്ളാഹുവിനെതിരിൽ അവർ ഒന്നും വകവെച്ചില്ല. അവസാനം അള്ളാഹു അവർക്ക് സർവസ്വവും നൽകി. അതുപോലെ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാമും അള്ളാഹുവിനു വേണ്ടി സർവസ്വവും ഉപേക്ഷിച്ചു. തന്റെ കുടുംബത്തിൽ സ്വത്തിന്റെ പകുതി ഭാഗത്തിന്റെ ഉടമസ്ഥനായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ സഹോദര പത്നി അവർക്ക് പിന്നീട് അള്ളാഹു അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകുകയുണ്ടായി. അവർ മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം വെറുതെ ഇരുന്ന് ഭക്ഷിക്കുന്ന ആളാണ് എന്നാണ്. വളരെയധികം ഞെരുക്കവും ഉണ്ടായിരുന്നു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന് സർവസ്വവും നൽകുകയുണ്ടായി. ഈ അവസ്ഥയുടെ ചിത്രം അങ്ങ് ഇപ്രകാരം ചിത്രീകരിച്ചിരിക്കുന്നു. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഒരു കവിതയിൽ പറയുന്നു, ലുഫാലാത്തുൽ മവാഇദി കാന ഉക്ലി വസിർത്തുൽ യൗമ മിത്ആമൽ അഹാലി. ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവർ ഉപേക്ഷിച്ച റൊട്ടിക്കഷ്ണങ്ങളായിരുന്നു എന്റെ ഭക്ഷണം. എന്നാൽ ഇപ്പോൾ അള്ളാഹു ആയിരക്കണക്കിന് ആളുകൾ എന്റെ ഭക്ഷണ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വിധത്തിലുള്ള തൗഫീക്ക് എനിക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് നാം അഹമ്മദികളുടെ വിശ്വാസം ഇതുമൂലം നിശ്ചയമായും വർദ്ധിക്കുന്നു. നാം അദ്ദേഹത്തിന്റെ ആരംഭ കാലഘട്ടവും പിന്നീടുള്ള കാലഘട്ടവും കാണുമ്പോൾ ഈ അവസ്ഥയുടെ കൂടുതൽ രൂപം ചിത്രീകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചപ്പോൾ അങ്ങയുടെ മാതാപിതാക്കൾ അങ്ങയുടെ ജനനത്തിൽ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ അങ്ങയുടെ പ്രായം കൂടുകയും അങ്ങയുടെ ഉള്ളിൽ ഭൗതികതയോടുള്ള താല്പര്യമില്ലായ്മ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ട് നെടുവീർപ്പെടാറുണ്ടായിരുന്നു. നമ്മുടെ മകൻ ഒരു ജോലിക്കും കൊള്ളരുതാത്തവനാണ്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം കേൾപ്പിച്ചു. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സിഖ് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഞങ്ങൾ 2 സഹോദരങ്ങളായിരുന്നു. ഞങ്ങൾ ഹദ്റത്ത് മിർസ സാഹിബിന്റെ അടുത്ത്, മിർസ ഗുലാം മുർത്തദ സാഹിബിന്റെ അടുത്ത് പോകാറുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഞങ്ങളുടെ പിതാവിനോട് പറഞ്ഞു, ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടല്ലോ, അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇവർ ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ മിർസ ഗുലാം മുഹമ്മദ് സാഹിബിന്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ പിതാവിന് ഈ ചിന്ത കാരണം വലിയ ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ ചെറിയ ആൺകുട്ടി തന്റെ മൂത്ത സഹോദരന്റെ വരുമാനത്തിലായിരിക്കും ജീവിക്കുക, ഒരു ജോലിയും ചെയ്യില്ല. അവനോട് എന്റെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറയുക. ഒരു നല്ല ജോലിക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് പറഞ്ഞു, ഞാൻ അഥവാ മരിച്ചുപോയാൽ എല്ലാ വരുമാന മാർഗങ്ങളും നിലച്ചുപോകും.
ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ആ സിഖ് പറഞ്ഞു, ഞങ്ങൾ ഹദ്രത്ത് മിർസ ഗുലാം അഹമ്മദ് സാഹിബിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ചിന്താഗതികൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചപ്പോൾ, അതായത് താങ്കളുടെ അവസ്ഥ കാണുമ്പോൾ വളരെയധികം പ്രയാസം അദ്ദേഹത്തിന് തോന്നുന്നു. ഹദ്രത്ത് മിർസ ഗുലാം മുർത്തദ സാഹിബ് പറഞ്ഞതും, അതായത് ഞാൻ അഥവാ മരിച്ചുപോയാൽ ഗുലാം അഹമ്മദ് എന്തു ചെയ്യും? ഇദ്ദേഹം പറയുന്നു, ഞാൻ ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് താങ്കളുടെ പിതാവിന്റെ വാക്കുകൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, ആ സമയത്ത് ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് കപൂർത്തലയിലെ റിയാസത്തിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കപൂർത്തലയിലെ റിയാസത്ത് അദ്ദേഹത്തെ റിയാസത്തിന്റെ വിദ്യാഭ്യാസ ഓഫീസറായി നിയമിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. വിദ്യാഭ്യാസ ഓഫീസറായി നിശ്ചയിച്ചുള്ള ഒരു ഓഫറും വന്നിരുന്നു. ആ സിഖുകാരൻ പറയുന്നു, ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ, അതായത് താങ്കളുടെ പിതാവിന്റെ വാക്കുകൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്റെ പിതാവ് ആവശ്യമില്ലാതെ ദുഃഖിക്കുകയാണ്. അദ്ദേഹം എന്തിനാണ് എന്റെ ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത്? ഞാൻ ആരുടെ ഉദ്യോഗമാണോ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പറയുന്നു, ഞങ്ങൾ തിരിച്ചു വന്ന് മിർസ ഗുലാം മുർത്തദ സാഹിബിനോട് ഈ കാര്യം എല്ലാം പറഞ്ഞു. മിർസ സാഹിബ് പറഞ്ഞു, അഥവാ അവൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ശരി, കാരണം അവൻ കളവ് പറയാറില്ല. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആരംഭകാലമായിരുന്നു. ഇപ്പോൾ അത് പാരമ്യതയിൽ എത്തിയിട്ടില്ല. എന്നാൽ താൽക്കാലികമായിട്ടുള്ള പാരമ്യത കാണുമ്പോൾ കാണാൻ കഴിയുന്നത്, അദ്ദേഹത്തിന്റെ മരണസമയത്ത് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കവിതയിലെ വരി പറയുന്നു, ലുഫാലാത്തുൽ മവായിദിക്കാന ഉക്കിലി വസിർത്തുൽ യൗമ മിത്ആമൽ അഹാലി. ഒരു കാലഘട്ടത്തിൽ റൊട്ടിയുടെ ബാക്കിയുള്ള കഷ്ണങ്ങളാണ് എനിക്ക് ലഭിച്ചിരുന്നത്. ഇന്ന് എന്റെ അവസ്ഥ, ഞാൻ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഊട്ടിക്കൊണ്ടിരിക്കുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങയുടെ ആരംഭം എത്ര ചെറുതായിരുന്നു, എന്നാൽ അങ്ങയുടെ അവസാനമാണെങ്കിൽ സേവനം ചെയ്യുന്നവരെ കൂടാതെ ലങ്കറിൽ ഒരു ദിവസം 200-250 ആളുകൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ പിതാവിന്റെ സ്വത്തിൽ തന്റെ സഹോദരനെ പോലെ തുല്യ പങ്കാളിയായിരുന്നു എന്ന കാര്യം ശരി തന്നെ. എന്നാൽ ജമീന്ദാർമാരിൽ ഇത് പൊതുവായ ഒരു രീതിയാണ്. അക്കാലത്ത് അത് കൂടുതലായിരുന്നു. ജോലി ചെയ്യുന്നവൻ സ്വത്തിന്റെ അവകാശിയായിരിക്കും, ജോലി ചെയ്യാത്തവൻ സ്വത്തിൽ അവകാശിയായി ഗണിച്ചിരുന്നില്ല. ആളുകൾ പൊതുവിൽ പറയാറുണ്ടായിരുന്നു, ജോലി ചെയ്യാത്ത ആൾക്ക് സ്വത്തിൽ എന്തവകാശം നൽകാനാണ്. ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ ആരെങ്കിലും കാണുന്നതിനായി വന്നാൽ അദ്ദേഹം തന്റെ സഹോദര പത്നിയുടെ അടുത്ത് ഭക്ഷണത്തിനായി ആരെയെങ്കിലും പറഞ്ഞയച്ചാൽ അവർ പറയാറുണ്ടായിരുന്നു, വെറുതെ ഇരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ്, ജോലിയൊന്നും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ ഭക്ഷണം അതിഥിക്ക് നൽകുമായിരുന്നു. സ്വയം പട്ടിണി കിടക്കുകയോ അല്പം കടലയോ മറ്റോ കഴിച്ചുകൂട്ടുകയോ ചെയ്യുമായിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ ശക്തിപ്രഭാവം നോക്കുക. അതേ സഹോദര പത്നി അന്ന് അദ്ദേഹത്തെ നിന്യാദൃഷ്ടിയോടുകൂടി നോക്കുമായിരുന്നു. പിന്നീട് എന്റെ കൈകളിലൂടെ അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. ചുരുക്കത്തിൽ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അതിന്റെ ആരംഭം വലുതായി തോന്നുകയില്ല, എന്നാൽ അതിന്റെ പര്യവസാനത്തിൽ ലോകം അത്ഭുതപ്പെട്ടു പോകുന്നു. ഇന്നും നാം കാണുന്നു, ഖാദിയാനിൽ മാത്രമല്ല, ഖാദിയാന് പുറത്ത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ലങ്കർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരുപക്ഷെ 2-3 തന്തൂറിൽ റൊട്ടി പാകം ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ലങ്കർ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നാം കാണുന്നു, അദ്ദേഹത്തിന്റെ ലങ്കറുകളിൽ റൊട്ടിയുടെ പ്ലാന്റ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഖാദിയാനിലും റബുവയിലും ഇവിടെ ലണ്ടനിലും ലക്ഷക്കണക്കിന് റൊട്ടികൾ ഒരു സമയത്ത് തയ്യാറാകുന്നു. ഇവിടെ ജൽസയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലങ്കറിന്റെ വളരെ വിശാലമായ സംവിധാനമാണുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ
ഇപ്രാവശ്യം ഒരുപാട് ജേർണലിസ്റ്റുകളും പത്രപ്രതിനിധികളും വന്നിരുന്നു. അവർ ലങ്കറിന്റെ സംവിധാനം കണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്നത് കണ്ട്, റൊട്ടി പ്ലാന്റ് കണ്ട് വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. മെഷീനിലെ റൊട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു ജേർണലിസ്റ്റ് അവിടെ നിന്നത് കാണുകയായിരുന്നു. അവർ അത് കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അവർക്ക് റൊട്ടി നൽകി. അവരത് കഴിച്ചു. എന്നിട്ട് അവർ വീണ്ടും ചോദിച്ചു, ഞാൻ ഇനിയും കഴിക്കട്ടെ? അവരുടെ കൂടെ ഉണ്ടായിരുന്ന അഹമ്മദി പറഞ്ഞു, തീർച്ചയായും കഴിക്കുക, എത്ര വേണമെങ്കിലും കഴിച്ചുകൊള്ളുക. കാരണം ഇത് മസീഹിന്റെ ലങ്കറാണ്. ഇവിടെ ഒരു വിധത്തിലുള്ള കുറവും ഇല്ല. ഒരു അതിഥി വരുമ്പോൾ അദ്ദേഹം തന്റെ ഭക്ഷണം ആ അതിഥിക്ക് നൽകുന്ന കാലം, എന്നിട്ട് സ്വയം പട്ടിണി കിടക്കുന്ന കാലം. ഇന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തളികയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും ഒരവസാനമല്ല. ഇനി ഈ ലങ്കറുകൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വ്യാപിക്കേണ്ടതായിട്ടുണ്ട് ഇൻഷാ അല്ലാ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അങ്ങയുടെ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം ഭക്ഷിക്കുന്നതാണ്. ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അങ്ങയിൽ വിശ്വസിച്ച് തഖ്വയിലും പുരോഗമിക്കുന്നതാണ്. ഇന്ന് നാം ഭൗതികത സമ്പാദിക്കുന്ന അഹമ്മദികളിൽ കാണുന്ന ത്യാഗത്തിന്റെ നിലവാരം ഇതും ഒരു വിധത്തിലുള്ള അവസാനവുമല്ല. ഇതിലും ഇൻഷാ അല്ലാഹു തആല വർധനവുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ചിന്തിക്കുന്ന ഒരാൾ ലങ്കറിന്റെ വ്യവസ്ഥിതിയെ മാത്രം നോക്കുകയും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആരംഭ കാലഘട്ടവും മുന്നിൽ വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ അദ്ദേഹത്തിന്റെ സത്യസാക്ഷ്യത്തിനുള്ള ഒരു വലിയ അടയാളമായി തീരുന്നതായിരിക്കും. നമ്മുടെ ഈമാനിൽ തീർച്ചയായും ഇത് വർധനവിന് കാരണമായി മാറുന്നു. ഇനി നാം ഈ എല്ലാ വ്യവസ്ഥിതികളും പ്രവർത്തിപ്പിക്കുന്നതിനായി ജമാഅത്ത് അംഗങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക ത്യാഗത്തിന്റെ ആത്മാവ്, അതും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് നമ്മളിൽ ഉണ്ടായിരിക്കുന്ന തഖ്വയുടെ ഫലമാണ്. അല്ലാഹു നമ്മളിൽ എല്ലാവർക്കും യഥാർത്ഥത്തിലുള്ള തഖ്വ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ വിവിധ വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. അദ്ദേഹം വിവരിക്കുന്ന വിധവും അതിൽ നിന്നെടുക്കുന്ന ഫലവും അദ്ദേഹത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഒരു സാധാരണ വ്യക്തി സംഭവത്തിന്റെ പ്രത്യക്ഷമായ അവസ്ഥയെ നോക്കി അനുഭൂതി കരസ്ഥമാക്കി കടന്നുപോകുന്നു. എന്നാൽ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു അതിൽ നിന്ന് വളരെ സൂക്ഷ്മമായ പോയിന്റുകൾ കണ്ടെത്തുന്നു. അതും നമ്മുടെ ഈമാന്റെ വർധനവിന് കാരണമാകുന്നു. മഅരിഫത്തിൽ പുരോഗതിയുണ്ടാകുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭക്ഷണം കഴിക്കുന്ന രീതി വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭക്ഷണം കഴിക്കുന്ന രീതി പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. ഞാൻ ഒരാളെയും ഈ വിധം ഭക്ഷിക്കുന്നതായി കണ്ടിട്ടില്ല. അദ്ദേഹം ആദ്യം പുൽക്കയിൽ നിന്ന് ചെറിയ ഒരു കഷ്ണം മുറിച്ചെടുക്കുമായിരുന്നു, അതായത് നേർമയുള്ള റൊട്ടിയിൽ ചപ്പാത്തിയിൽ നിന്ന്. പിന്നീട് അത് വായിലിടുന്നതിനു മുമ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കുമായിരുന്നു. എന്നിട്ട് വായ കൊണ്ട് സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ എന്ന് പറയുമായിരുന്നു. പിന്നീട് അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്ത് കറിയിൽ മുക്കി വായിൽ ഇടുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ശീലം ഇത്ര വലുതായിരുന്നു, കാണുന്നവർ അത്ഭുതപ്പെടുമായിരുന്നു. ചിലർ ചിന്തിക്കാറുണ്ടായിരുന്നു, അങ്ങ് റൊട്ടിയിൽ നിന്ന് ഹലാലായ കഷ്ണം തിരയുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനു പിന്നിലുള്ള ആവേശം ഇതായിരുന്നു, നാം ഭക്ഷണം കഴിക്കുകയാണ്, എന്നാൽ അള്ളാഹുവിന്റെ ദീൻ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. വായിലിട്ട ഉരുള അങ്ങയുടെ തൊണ്ടയിൽ തടയുകയും സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ക്ഷമ ചോദിക്കുകയുമായിരുന്നു. നീ ഇത് ഞങ്ങളോടൊപ്പം വെച്ചിരിക്കുന്നു, അതായത് ഭക്ഷണം കഴിക്കുക എന്നത്. ഭക്ഷണം മനുഷ്യന്റെ ആവശ്യമാണ്. അതല്ല എങ്കിൽ ദീനിന് ആപത്ത് നേരിട്ട ഈ സമയത്ത് ഞങ്ങൾക്കൊരിക്കലും തന്നെ ഇത് അനുവദനീയമായിരുന്നില്ല.
ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങയുടെ ഭക്ഷണവും ഒരു കഠിന പ്രയത്നമായിരുന്നു. ഇത് അങ്ങേയറ്റം സൂക്ഷ്മവും പരിശുദ്ധവുമായ വികാരത്തിന്റെ ഇടയിലുള്ള ഒരു യുദ്ധമായിരുന്നു. അത് ഇസ്ലാമിന്റെയും ദീനിന്റെയും സഹായത്തിനായി ഉയർന്നു വന്നതായിരുന്നു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രകൃതി നിയമം പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതിനിടയിലും, അതായത് ദീനീ സഹായത്തിനായി അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആവേശത്തിന്റെയും മാനുഷിക ആവശ്യങ്ങളുടെയും ഇടയിൽ ഭക്ഷണം കഴിക്കുക എന്നത് മനുഷ്യന്റെ ഒരു ആവശ്യമാണ്. വെള്ളം കുടിക്കുക എന്നത് മനുഷ്യന്റെ ആവശ്യമാണ്. അവയ്ക്കിടയിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു. അങ്ങേക്ക് ഭക്ഷണം കഴിക്കുക എന്നതും ഒരു നിർബന്ധിതാവസ്ഥയായിരുന്നു. യഥാർത്ഥത്തിലുള്ള വ്യാകുലത ദീനിന്റെ സഹായത്തിന്റെയും ഇസ്ലാമിന്റെ പുരോഗതിയെയും കുറിച്ചായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ മാതൃക നമ്മെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നു. നാം അള്ളാഹുവിന്റെ നിഅമത്തുകളെ ഉപയോഗിക്കുമ്പോൾ അതിനായി ഒന്നാമതായി അതിന് നന്ദി പ്രകടിപ്പിക്കുക, അവനെ സ്തുതിക്കുക, അതോടൊപ്പം തന്നെ ദീനിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള വേദനയും അറിയാൻ ശ്രമിക്കുക, അതിനായി പരിശ്രമിക്കുക. ഏതു വിധത്തിലാണ് നാം ദീനീ പ്രചാരണത്തിലും ദീനീ തബ്ലീഗിലും ഭാഗവാക്കാവുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. പിന്നീട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭക്ഷണം കഴിക്കുന്ന രീതിയെ തസ്ബീഹിന്റെ വിഷയവുമായി വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന്റെ ഭാഗത്തെ, അതായത് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുമായി ബന്ധിപ്പിച്ച് ഹദ്റത്ത് മുസ്ലിം മൗഊദ് ഈ പോയിന്റ് വിവരിക്കുന്നു. പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കഴിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രയാസത്തോടുകൂടി ഒരു ചപ്പാത്തി അവിടുന്ന് കഴിക്കുമായിരുന്നു. എഴുന്നേൽക്കുമ്പോൾ അങ്ങയുടെ മുമ്പിൽ റൊട്ടിയുടെ ചെറിയ കഷ്ണങ്ങൾ കുറേയധികം ഉണ്ടായിരിക്കും. അങ്ങയുടെ ശീലം മുമ്പ് പറഞ്ഞതുപോലെ റൊട്ടിയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുമായിരുന്നു. എന്നിട്ട് ഒരു കഷ്ണം എടുത്ത് വായിൽ ഇടുമായിരുന്നു. മറ്റു കഷ്ണങ്ങൾ ഭക്ഷണത്തളികയിൽ വെക്കുമായിരുന്നു. പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അപ്രകാരം എന്തുകൊണ്ടാണ് ചെയ്തിരുന്നത് എന്ന കാര്യം അറിയില്ല. എന്നാൽ പല സഹോദരന്മാരും പറയാറുണ്ടായിരുന്നു, ഹദ്റത്ത് സാഹിബ് ഈ റൊട്ടിക്കഷ്ണങ്ങളിൽ ഏതാണ് തസ്ബീഹ് ചെയ്യുന്നത് എന്നും ഏതാണ് തസ്ബീഹ് ചെയ്യാത്തത് എന്നും തിരയുകയുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ കേട്ടതായി എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്നാൽ ആളുകൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു എന്ന കാര്യം ഓർമ്മയുണ്ട്. അള്ളാഹു പറയുന്നു, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമികളിൽ നിന്ന് തസ്ബീഹിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു. ആകാശഭൂമിയിലുള്ളതെല്ലാം തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു എന്തുകൊണ്ടാണ് പറയുന്നത്? എന്നാൽ നമുക്കാകട്ടെ ഈ തസ്ബീഹിന്റെ ശബ്ദം കേൾക്കാനും സാധ്യമല്ല. നമുക്ക് ഏതൊരു കാര്യമാണോ കേൾക്കാൻ സാധിക്കാത്തത് അത് നമ്മോട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. തസ്ബീഹ് ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്കത് കേൾക്കാൻ സാധ്യമല്ല. പിന്നെ നമുക്കെന്തറിയാം അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഇന്ന ആൾ, ഉദാഹരണമായി അബ്ദുർ റഷീദ് എന്നു പേരുള്ള ആൾ 10,000 വർഷമായി സ്വർഗത്തിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാരണം ഈ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അള്ളാഹു നമുക്കത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല. അപ്പോൾ അള്ളാഹു യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമികളിലെ എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, മനുഷ്യരെ നിങ്ങൾ ഈ തസ്ബീഹ് കേൾക്കുക എന്ന് തന്നെ ആകാനേ തരമുള്ളൂ. നാം ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആളുകൾ വരികയും കാണുകയും ചെയ്യുക എന്നായിരിക്കും. അല്ലെങ്കിൽ നാം ഇന്ന ആൾ പാടുകയാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇനി അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുക എന്നായിരിക്കും. അതേപോലെ അള്ളാഹു പറയുമ്പോൾ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം നിങ്ങൾ ഈ തസ്ബീഹ് കേൾക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ തസ്ബീഹ് നമുക്ക് കേൾക്കാനും സാധിക്കും എന്ന് മനസ്സിലാകുന്നു. അത് കേൾക്കുന്നത് ഒന്ന് താഴ്ന്ന നിലയിലാണ്, മറ്റൊന്ന് ഉന്നതമായ നിലയിലാണ്. എന്നാൽ ഉന്നതമായ നിലയിൽ ശ്രവിക്കാൻ സാധിക്കുന്നത് അത്തരം ആളുകൾക്കായിരിക്കും ആർക്കാണോ അത്തരത്തിലുള്ള കണ്ണും കാതും ഉള്ളത്. അതുകൊണ്ടാണ് വിശ്വാസിയോട് പറയുന്നത്, അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക, ഭക്ഷണം കഴിക്കുന്നത് നിർത്തുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുക, വസ്ത്രം ധരിക്കുകയോ
മറ്റെന്തെങ്കിലും ദൃശ്യം കാണുകയോ ചെയ്യുമ്പോൾ അതനുസരിച്ച് തസ്ബീഹ് ചെയ്യുക. അഥവാ വിശ്വാസിയുടെ തസ്ബീഹ് ചെയ്യൽ എന്താണ്? അത് ഈ വസ്തുക്കളുടെ തസ്ബീഹിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവർ വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും മറ്റു വസ്തുക്കളുടെയും തസ്ബീഹിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് നടത്തുന്നത്. മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാ ചൊല്ലുകയും ഭക്ഷണം അവസാനിക്കുമ്പോൾ അൽഹംദുലില്ലാ പറയുകയും വസ്ത്രം ധരിക്കുമ്പോൾ ദുആ ചെയ്യുകയും അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മനുഷ്യൻ സ്വയം ചെയ്യുന്നതായിരിക്കും. ഈ തസ്ബീഹ് തന്നെയായിരിക്കും ആ വസ്തുക്കളിൽ നിന്നും ഉണ്ടാവുക. അവയെ കണ്ട് മനുഷ്യൻ നന്ദി പ്രകടിപ്പിക്കുന്നത് ഈ തസ്ബീഹ് ആ വസ്തുക്കളിൽ നിന്നും ചെയ്യുന്നത് കൂടിയായിരിക്കും. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എത്ര പേരുണ്ട് ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ? അവർ രാത്രിയും പകലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, പർവ്വതങ്ങളിലൂടെ കടന്നുപോകുന്നു, നദികൾ കാണുന്നു, ഹരിത ഭംഗി ആസ്വദിക്കുന്നു, മരങ്ങളും വയലുകളും കാറ്റിൽ ഓളമടിക്കുന്നത് കാണുന്നു, പക്ഷികളുടെ കളകളാരവം കേൾക്കുന്നു. എന്നാൽ ഇവരുടെ ഹൃദയത്തിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാകുന്നത്? അവരുടെ ഹൃദയത്തിലും ഈ കാര്യങ്ങൾക്ക് അനുസൃതമായി തസ്ബീഹ് ഉണ്ടാകാറുണ്ടോ? ഉണ്ടാകാറില്ല എങ്കിൽ അതിനർത്ഥം അവർ ഈ വസ്തുക്കളുടെ തസ്ബീഹ് കേട്ടിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ഞങ്ങളുടെ ചെവികളിൽ ഈ തസ്ബീഹിന്റെ ശബ്ദം വരുന്നില്ല എന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, പല ശബ്ദങ്ങളും ചെവി കൊണ്ടല്ല, ഉള്ളിൽ നിന്നാണ് കേൾക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നന്ദി പ്രകടനവും അള്ളാഹുവിന്റെ ശക്തി പ്രഭാവം കാണുമ്പോൾ സുബ്ഹാനല്ലാ എന്ന് പറയുന്നത് മനുഷ്യന്റെ തസ്ബീഹ്, യഥാർത്ഥത്തിൽ അത് ആ വസ്തുക്കളുടെ തസ്ബീഹിന്റെ പ്രകടനം മനുഷ്യൻ തന്റെ വായ കൊണ്ട് നടത്തുന്നതായിരിക്കും. ഈ പോയിന്റ് മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. തസ്ബീഹിന്റെ ഈ രീതിയും നാം സ്വായത്തമാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. എന്നല്ല തഖ്വ എന്ന് പറയുന്നത് ഈ വിധത്തിലുള്ള തസ്ബീഹ് നമ്മുടെ ശീലമായി തീരണം എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇസ്ലാമിനെ ആക്രമിക്കുന്നവരുടെ വായടപ്പിക്കുന്നതിനും ഇസ്ലാമിന്റെ മനോഹാരിത പ്രകടമാക്കുന്നതിനും വേണ്ടിയാണ് അയച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു സംഭവം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. ഒരു ക്രിസ്ത്യാനി വന്നു. അയാൾ പറഞ്ഞു, താങ്കൾ പറയുന്നു വിശുദ്ധ ഖുർആന്റെ ഭാഷയുടെ മാതാവാണ് എന്ന്. എന്നാൽ മാക്സ് മുള്ളറെ പോലുള്ളവർ എഴുതിയിട്ടുണ്ട്, ഭാഷകളുടെ മാതാവായ ഭാഷ സംക്ഷിപ്തമായിരിക്കും, പിന്നീട് ജനങ്ങൾ അതിനെ മെല്ലെ മെല്ലെ വികസിപ്പിക്കുന്നതായിരിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നാം മാക്സ് മുള്ളറുടെ ഈ ഫോർമുല ഭാഷാജനനി സംക്ഷിപ്തമായിരിക്കും എന്ന ഫോർമുല അംഗീകരിക്കുന്നില്ല. എന്നിരുന്നാലും ശരി, ഈ ചർച്ച ചുരുക്കുന്നതിനായി നാം ഈ ഫോർമുല അംഗീകരിക്കുന്നു. ഇനി അറബി ഭാഷയെ ഈ നിലവാരത്തിൽ അത് വരുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാം. ആ വ്യക്തി ഇംഗ്ലീഷ് ഭാഷ അറബി ഭാഷയേക്കാൾ അങ്ങേയറ്റം ഉന്നതമാണ് എന്നും പറഞ്ഞിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. എന്നാൽ അവിടുന്ന് പറഞ്ഞു, ഇംഗ്ലീഷിൽ എന്റെ വെള്ളത്തിന് എന്താണ് പറയുക? അയാൾ പറഞ്ഞു, മൈ വാട്ടർ. അവിടുന്ന് പറഞ്ഞു, അറബിയിൽ ഇതിന് കേവലം മൈ എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് കൊണ്ട് തന്നെ ആശയം പൂർണ്ണമാകുന്നു. അവിടുന്ന് പറഞ്ഞു, താങ്കൾ പറഞ്ഞു തരിക, മൈ വാട്ടർ എന്നുള്ളതാണോ മൈ എന്നുള്ളതാണോ ഏറ്റവും കൂടുതൽ സംക്ഷിപ്തമായിട്ടുള്ളത്? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. എന്നിരുന്നാലും അള്ളാഹു അവിടുത്തെ നാവുകളിൽ അത്തരം വാക്കുകൾ ഇട്ടുകൊടുത്തു. ആക്ഷേപകൻ സ്വയം ബന്ധനസ്ഥനായി. അയാൾ അങ്ങേയറ്റം ലജ്ജിതനും ഉത്തരം മുട്ടിയവനുമായി തീർന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അറബി ഭാഷ തന്നെയാണ് സംക്ഷിപ്തം. ഇതുതന്നെയാണ് വിശുദ്ധ ഖുർആന്റെയും അവസ്ഥ. അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. അതായത് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ആളുകളെ എല്ലായ്പ്പോഴും അവൻ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ അതിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരായിരിക്കും, അതിന് വിശദീകരണം നൽകുന്നവരായിരിക്കും. അവർ ശത്രുക്കൾക്ക് അവരുടെ ആക്രമണത്തിന് അവരുടെ വായടപ്പിക്കുന്ന മറുപടി നൽകുന്നതായിരിക്കും. രണ്ടാമതായി, അവൻ വിശുദ്ധ ഖുർആന്റെ ഉള്ളിൽ അത്തരത്തിലുള്ള കഴിവ് വെച്ചിരിക്കുന്നു. ആക്ഷേപകൻ എന്തു തന്നെ ആരോപണം ഉന്നയിച്ചാലും അതിനുള്ള മറുപടി
അതിൽ ഉണ്ടായിരിക്കും. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സർ സയ്യിദ് അഹമ്മദ് ഖാൻ തന്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകി. പിന്നീട് അല്ലാഹു ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ എഴുന്നേൽപ്പിച്ചു. അവിടുന്ന് ഇത്ര ദീർഘകാലം ശത്രുക്കളെ നേരിട്ടു. ഏതുവരെ എന്നാൽ അങ്ങയുടെ വഫാത്തിന്റെ അവസരത്തിൽ ശത്രുക്കളും ഈ കാര്യം ഏറ്റുപറഞ്ഞു. അദ്ദേഹം ഇസ്ലാമിന്റെ ഭാഗത്തു നിന്ന് പ്രതിരോധം ഇത്ര ഉന്നതമായ നിലയിൽ നിർവഹിച്ചു. അദ്ദേഹത്തിനു മുമ്പ് ഒരു മുസ്ലിം പണ്ഡിതനും ഈ വിധത്തിൽ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്ന് പ്രതിരോധം തീർത്തിട്ടില്ല. ഇത് വല്ലാഹു യഅസിമുക മിനന്നാസ് എന്നതിന്റെ അത്ഭുത ദൃഷ്ടാന്തമായിരുന്നു. അല്ലാഹു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാഗ്ദാനം ചെയ്തിരുന്നു, അവൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തുതന്നെ ആയാലും രക്ഷപ്പെടുത്തും. ശത്രുക്കൾ വാളുകൊണ്ട് ആക്രമിച്ചപ്പോൾ അവൻ അവരുടെ വാളുകളെ മൂർച്ചയില്ലാത്തതാക്കി തീർത്തു. ശത്രുക്കളുടെ വാളുകൾ മുറിഞ്ഞുപോയി. അവർ ചരിത്രം കൊണ്ട് ആക്രമിച്ചപ്പോൾ അല്ലാഹു അത്തരം മുസ്ലിങ്ങളെ എഴുന്നേൽപ്പിച്ചു. അവർ ചരിത്രഗ്രന്ഥങ്ങളെ പരിശോധിച്ച് ശത്രുക്കളുടെ ആക്രമണത്തെ തടഞ്ഞു. സ്വയം എതിരാളികളുടെ മഹാത്മാക്കളുടെ ചരിത്രം തുറന്നുകൊണ്ട് പറഞ്ഞു, ഇസ്ലാമിനെതിരിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് നിങ്ങളുടെ മതത്തിലും ഉന്നയിക്കപ്പെടാവുന്നതാണ്. വിശുദ്ധ ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട ഭാഗം അത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമാക്കി. ഇന്നും ഇസ്ലാമിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വൈജ്ഞാനിക വചനങ്ങൾ അത് മുഖേന നമുക്ക് അവരുടെ വായടപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു തന്റെ ദീനിനെ സഹായിക്കുന്നതിനായി അടയാളങ്ങളും സ്വയം കാണിക്കുന്നു, തെളിവുകളും പറഞ്ഞു തരുന്നു. വൈജ്ഞാനിക താൽപര്യമുള്ളവരുടെ ഹൃദയവും കൂടുതൽ തുറന്നു നൽകുന്നു. എന്നാൽ ചിലർ ഉണ്ടായിരിക്കും, അറിവ് കുറവായിരുന്നിട്ടും ആലിമീങ്ങളാകാനുള്ള താൽപര്യം കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അത് മുഖേന ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നല്ല, എതിരാളികൾക്ക് പരിഹസിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അത്തരമൊരു സംഭവത്തെ വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആളുകൾ പുതിയ പുതിയ കാര്യങ്ങൾ മതത്തിൽ കൂട്ടിച്ചേർക്കുന്നു. ഇത് എത്ര ലജ്ജാകരമായ കാര്യമാണ് എന്നുപോലും അവർക്ക് തോന്നാറില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബട്ടാലയിൽ താമസിക്കുന്ന ആളായിരുന്നു. പിന്നീട് അഹമ്മദിയായി, പിൽക്കാലത്ത് അങ്ങേയറ്റം മുഖ്ലിസായ അഹമ്മദിയായി മാറി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം വിവരിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അറബി ഭാഷാ ജനനിയാണ്. അതായത് എല്ലാ ഭാഷകളും അതിൽ നിന്നാണ് പിറന്നിട്ടുള്ളത്. ഇദ്ദേഹം ഈ കാര്യം ഏറ്റെടുത്തു. എന്നിട്ട് ഈ പ്രവൃത്തിയിൽ മുഴുകി. എന്നാൽ അധികം അറിവുണ്ടായിരുന്നില്ല. അറബിയിൽ അധികം പ്രാപ്തിയും കഴിവും ഉണ്ടായിരുന്നില്ല. എല്ലാ വാക്കുകളും അറബി ഭാഷയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് കാണിക്കാനുള്ള ശ്രമത്തിൽ മുഴുകി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഭാഷയെക്കുറിച്ച് അറിവുള്ള ആളായിരുന്നു. സറഫുൻ നഹും അറിയുന്ന ആളായിരുന്നു. ഭാഷാ പരിജ്ഞാനം ഉള്ള ആളായിരുന്നു. അവിടുന്ന് ഒരു കാര്യം പറയുമ്പോൾ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരുന്നത്. അവിടുന്ന് എല്ലാം വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനർത്ഥം അദ്ദേഹം ഉദ്ദേശിച്ചത് ആശാരിയുടെ പണി എങ്ങനെ ചെയ്യാം എന്ന് വിശുദ്ധ ഖുർആനിൽ എഴുതിയിട്ടുണ്ട് എന്നായിരുന്നില്ല. അതല്ലെങ്കിൽ കൃഷിപ്പണി എങ്ങനെ നടത്താം എന്ന് വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നായിരുന്നില്ല. എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മതപരമായ എല്ലാ ആവശ്യങ്ങളും വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നായിരുന്നു. എന്നാൽ ആ സാഹിബ് വിചാരിച്ചു എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന്. അങ്ങനെ ആരോ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു. വളരെയധികം അദ്ദേഹം ബഹളമുണ്ടാക്കുകയും എല്ലായിടത്തും എല്ലാ വിഭാഗക്കാരിലും ഇരുന്ന് ഈ കാര്യം, അതായത് എല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഏതോ ഒരു തലതിരിഞ്ഞ ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആലുവിനെ കുറിച്ചും മിർച്ചിനെ കുറിച്ചും ഉരുളക്കിഴങ്ങിനെ കുറിച്ചും പച്ചമുളകിനെ കുറിച്ചും വിശുദ്ധ ഖുർആനിൽ പരാമർശമൊന്നുമില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റേതായ തെളിവ് നൽകേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലുഉലു വൽ മർജാൻ. അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മുത്തും രത്നവും എന്നാണ്. ഇതിന്റെ അർത്ഥം ആലുവും മിർച്ചുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു.
ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു ഭാഗത്ത് ഇത്രയധികം അന്ധകാരമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വചനങ്ങളെപ്പോലെ ഫുഖഹാക്കളുടെ വാക്കുകൾ പോലും മാറാറില്ല. ചില ആളുകൾ ഫുഖഹാക്കളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്നു, പറയുന്നു തീരുമാനം നടത്തിയാൽ, ഏതെങ്കിലും ഫക്കീഹ് വിധി പുറപ്പെടുവിച്ചാൽ അത് അവസാനത്തെ വിധിയാണ്, അത് മാറ്റാൻ സാധ്യമല്ല. മറുഭാഗത്ത് ആളുകൾ മാറ്റം ഉണ്ടാക്കുന്നു, എന്നിട്ട് അന്ധകാരം വ്യാപിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു, 74 കലാപത്തിൽ ഫൈസലാബാദിൽ ഒരിക്കൽ ഒരു മൗലവി സാഹിബ് പ്രസംഗിക്കുകയായിരുന്നു. കുൽഹു അല്ലാഹു അഹദ് എന്നത് വിശദീകരിക്കുകയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ കുൽഹു അല്ലാഹു അഹദ് എന്ന് എഴുതിയിട്ടുണ്ട്, അതിനർത്ഥം അഹമ്മദികൾ കാഫിറാണ് എന്നാണ്. അതുകൊണ്ട് അയാൾ ഇതാണ് സ്ഥാപിച്ചത്. ഏതായാലും ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, അത്തരം ആളുകൾ ഇരുഭാഗത്തു നിന്നും കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും അടിസ്ഥാനമോ നിയമമോ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള മാർഗം മധ്യമാർഗമാണ്. മനുഷ്യൻ മാറ്റം സ്വീകരിക്കാൻ തയ്യാറായിരിക്കേണ്ടതാണ്. എന്നാൽ മാറ്റം ഉണ്ടാക്കുക എന്നത് അള്ളാഹുവിന്റെ കൈകളിലുള്ള കാര്യമാണ്. അവൻ ആഗ്രഹിക്കുമ്പോൾ മാറ്റമുണ്ടാക്കുന്നു. അവൻ മാറ്റമുണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ ആ മാറ്റത്തിന് ലോകത്തിന് തടയിടാൻ സാധിക്കുകയില്ല. ചില ആളുകളുടെ തെറ്റായ ചിന്താഗതിയെക്കുറിച്ചും ഹസ്രത്ത് മുസ്ലിം മൗഊദ് വിവരിച്ചിട്ടുണ്ട്. പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരാൾ കാദിയാനിൽ വന്നു. അയാൾ പറഞ്ഞു, ഹസ്രത്ത് മിർസ സാഹിബിനെ താങ്കൾ ഇബ്രാഹിമാണെന്നും നൂഹാണെന്നും മൂസയും ഈസയും മുഹമ്മദും ആണെന്ന് പറയുന്നുണ്ട് എങ്കിൽ, അയാൾ പറയുന്നു, എന്നോടും അള്ളാഹു നീ മുഹമ്മദാണ് എന്ന് പറയുന്നുണ്ട്. ആളുകൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ശബ്ദം എനിക്ക് വരുന്നു, സ്വയം അവൻ എന്നോട് പറയുന്നു നീ മുഹമ്മദാണ് എന്ന്, അതുകൊണ്ട് നിങ്ങളുടെ തെളിവുകൾ എന്നിൽ എന്ത് സ്വാധീനം ചെലുത്താനാണ്. അവസാനം ആളുകൾ അയാൾക്ക് പറഞ്ഞുകൊടുത്ത് തളർന്നപ്പോൾ അവർ ചിന്തിച്ചു, ഇയാളെ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമക്ഷത്തിൽ കൊണ്ടുപോകുന്നതായിരിക്കും ഉത്തമം. അങ്ങനെ അവർ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അപേക്ഷിച്ചു, താങ്കൾ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞ് സമയം വാങ്ങിയാലും. ഹദ്റത്ത് ഖലീഫ അവ്വൽ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലത്, അയാളെ വിളിച്ചു കൊണ്ടുവരിക. അങ്ങനെ അയാളെ ഹുസൂറിന്റെ സമക്ഷത്തിൽ കൊണ്ടുവരപ്പെട്ടു. അയാൾ പറഞ്ഞു, അള്ളാഹു എന്നോട് എല്ലായ്പ്പോഴും നീ മുഹമ്മദാണ് എന്ന് പറയുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് അള്ളാഹു എല്ലായ്പ്പോഴും ഇങ്ങനെ പറയുന്നില്ല. ഞാൻ ഇബ്രാഹിമാണെന്ന്, മൂസയാണെന്ന്, ഈസയാണ് എന്നൊക്കെ. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അവൻ എന്നോട് നീ ഈസയാണ് എന്ന് പറയുമ്പോൾ ഈസയുടെ സിഫത്തുകൾ അവൻ എനിക്ക് നൽകുന്നു. അവൻ നീ മൂസയാണ് എന്നോട് പറയുമ്പോൾ മൂസയുടെ അടയാളങ്ങൾ അവൻ എനിക്ക് നൽകുന്നു. ഇനി താങ്കളെ അള്ളാഹു എല്ലായ്പ്പോഴും മുഹമ്മദ് എന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ താങ്കൾക്ക് വിശുദ്ധ ഖുർആന്റെ ആത്മീയ ജ്ഞാനവും സൂക്ഷ്മജ്ഞാനവും നൽകുന്നുണ്ടോ, അതോ ഇല്ലേ? അയാൾ പറഞ്ഞു, എനിക്കൊന്നും നൽകുന്നില്ല. അവിടുന്ന് പറഞ്ഞു, സത്യവാനിലും വ്യാജവാദിയിലും ഇതുതന്നെയാണ് വ്യത്യാസം. അഥവാ ഒരാൾ സത്യസന്ധമായ നിലയിൽ ആരെയെങ്കിലും അതിഥിയായി വിളിക്കുകയാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം നൽകുന്നു. എന്നാൽ ആരെങ്കിലും മറ്റൊരാളെ കളിയാക്കുകയാണെങ്കിൽ അയാളെ വെറുതെ വിളിച്ചു വരുത്തി അയാളുടെ മുന്നിൽ ഭക്ഷണത്തിന്റെ കാലിയായ പാത്രം വെക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് ബിരിയാണിയാണ്, ഇത് മധുരച്ചോറാണ് എന്നൊക്കെ. അള്ളാഹു കളിയാക്കുകയില്ല, ശൈത്താനാണ് കളിയാക്കുന്നത്. താങ്കളെ മുഹമ്മദ് എന്ന് വിളിക്കുകയും താങ്കൾക്ക് വിശുദ്ധ ഖുർആന്റെ ആത്മീയ ജ്ഞാനവും സൂക്ഷ്മജ്ഞാനവും യഥാർത്ഥ ജ്ഞാനവും നൽകുന്നില്ല എങ്കിൽ അങ്ങനെ വിളിക്കുന്നവൻ ശൈത്താനാണ്, അള്ളാഹു അല്ല. കാരണം അള്ളാഹു എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള സാധനവും മനുഷ്യന്റെ മുന്നിൽ വെക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, താങ്കളുടെ മുമ്പിൽ ഒരു സാധനവും വെക്കുന്നില്ല എങ്കിൽ താങ്കൾ ഉറച്ചു വിശ്വസിക്കുക, താങ്കളെ മുഹമ്മദ് എന്ന് വിളിക്കുന്നവൻ അള്ളാഹു അല്ല, മറിച്ച് ശൈത്താനാണ്. കാരണം മാറ്റം അള്ളാഹുവാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ചില ആളുകൾ ചില സ്വപ്നങ്ങൾ കാരണം തെറ്റിദ്ധാരണകളിൽ അകപ്പെടുന്നു, വലിയ വലിയ വാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങുന്നു. അവർ യഥാർത്ഥത്തിൽ ശൈത്താന്റെ സ്വാധീനത്തിൽ അകപ്പെട്ടവരായിരിക്കും.
അള്ളാഹു എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുന്നുവെങ്കിൽ അതിന്റെ തിളക്കവും അവൻ കാണിക്കുന്നു, തന്റെ സഹായത്തിന്റെ പ്രകടനവും കാണിക്കുന്നു, അടയാളങ്ങൾ പ്രകടമാക്കുന്നു. അള്ളാഹുവിന്റെ കർമ്മപരമായ സാക്ഷ്യം അയാളോടൊപ്പം പ്രവർത്തിക്കുന്നു. ഇതാണ് നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം കണ്ടത്. ഇതാണ് നാം അദ്ദേഹത്തിന്റെ മുസ്ലിം മൗദിനെ കുറിച്ചുള്ള പ്രവചനം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയിൽ പൂർത്തിയാകുന്നതായി കണ്ടത്. ഇത് തന്നെയാണ് അഹമ്മദിയ ഖിലാഫത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ച് അദ്ദേഹം നൽകിയ സന്തോഷ വാർത്ത. അള്ളാഹുവിന്റെ കർമ്മപരമായ സാക്ഷ്യത്തിലൂടെ നാം പൂർത്തിയായി കാണുന്നത്. അള്ളാഹു എല്ലാ അഹമ്മദികളുടെ വിശ്വാസത്തിലും ഈമാനിലും പുരോഗതി നൽകുമാറാകട്ടെ. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായി തീരട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ നമസ്കരിപ്പിക്കുന്നതായിരിക്കും. അത് ബഹുമാനപ്പെട്ട സാഹിബ്സാദി അമത്തുൽ ബാരി സാഹിബയുടേതാണ്. അവർ 2015 ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 മധ്യത്തിലുള്ള രാത്രിയിൽ 87 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാനപ്പെട്ട അമത്തുൽ ബാരി സാഹിബ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയും ഹദ്റത്ത് മിർസ ഷരീഫ് അഹമ്മദ് സാഹിബിന്റെ മകളും ഹദ്റത്ത് നവാബ് മുഹമ്മദ് അലി ഖാൻ സാഹിബിന്റെ മകളുടെ മകളും ആയിരുന്നു. ഹദ്റത്ത് സയ്യദ അമത്തുൽ ഹഫീസ് സാഹിബയുടെയും നവാബ് അബ്ദുള്ള ഖാൻ സാഹിബിന്റെയും മരുമകളും ആയിരുന്നു. ഇവരുടെ ഭർത്താവ് മിയാ അബ്ബാസ് അഹമ്മദ് ഖാൻ സാഹിബ് മർഹൂം ആയിരുന്നു. അവർ എന്റെ അമ്മായിയും ആയിരുന്നു. 1928 ഒക്ടോബർ 17 ഇവർ കാദിയാനിലാണ് ജനിച്ചത്. 1944 ഡിസംബർ 29 ഇവരുടെ നിക്കാഹ് മിയാ അബ്ബാസ് അഹമ്മദ് ഖാൻ സാഹിബുമായി നടന്നപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ജുമാ ദിവസം ജുമാ ഖുത്ബ ആരംഭിക്കുന്നതിന് മുമ്പ് ഏതാനും നിക്കാഹുകൾ വിളംബരം ചെയ്തു. അവിടുന്ന് പറഞ്ഞു, ഏതാനും നിക്കാഹുകൾ വിളംബരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കാര്യം പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കുറച്ചു കാലം വരെ അത്തരം ആളുകളുടെ നിക്കാഹ് മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഒന്നുകിൽ അവർ എന്റെ ബന്ധുക്കളായിരിക്കണം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള എന്റെ ബന്ധം ബന്ധുക്കളുടേതുപോലെയായിരിക്കണം. ഉദാഹരണമായി, അവർ ദീനിനു വേണ്ടി ജീവിതം വഖഫ് ചെയ്തവരായിരിക്കണം. അതല്ലാതെ മറ്റുള്ളവരുടെ നിക്കാഹ്, ഇത്തരം പ്രിയപ്പെട്ടവരുടെ നിക്കാഹ് നടക്കുമ്പോൾ അവർ അപേക്ഷിക്കുകയാണെങ്കിൽ അവരോടൊപ്പം മാത്രമായിരിക്കും നടത്താൻ സാധിക്കുക. ഏതായിരുന്നാലും പറയുന്നു, ഇന്ന് ഞാൻ അസീസം അബ്ബാസ് ഖാൻ സാഹിബിന്റെ നിക്കാഹ് നടത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം എന്റെ ചെറിയ പങ്ങളുടെയും മിയാ അബ്ദുള്ള ഖാൻ സാഹിബിന്റെ മകനുമാണ്. പെൺകുട്ടി മിയാ ഷരീഫ് അഹമ്മദ് സാഹിബിന്റെ മകളാണ്. അഥവാ വരൻ എന്റെ സഹോദരി പുത്രനും വധു എന്റെ സഹോദര പുത്രിയുമാണ്. എന്നിട്ട് അവിടുന്ന് ഉപദേശിച്ചു, ജീവിതം വഖഫ് ചെയ്ത വിവിധ സംഭവങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമതായി ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ പേര് പറയുന്നു. കുടുംബത്തിലെ ആൺകുട്ടികളിൽ നിന്ന് വഖഫിനായി ഏറ്റവും ആദ്യം തന്നെ സമർപ്പിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരെടുത്ത് കൊണ്ട് പറഞ്ഞു, മറ്റുള്ളവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നേക്ക് ഏകദേശം 60-70 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇൽഹാം പ്രസിദ്ധീകരിച്ചിരുന്നു. തറാ നസ്ലൻ ബഈദ. നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ അടയാളം ഓരോ ദിവസവും ഈ അടയാളത്തിന്റെ പ്രാധാന്യവും മഹത്വവും വർദ്ധിക്കുന്ന വിധത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. ചില അടയാളങ്ങൾ അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വലുതായിരിക്കും, അതിന്റെ പ്രഭാവം കൂടുതലായിരിക്കും. എന്നാൽ മെല്ലെ മെല്ലെ കാലം കടന്നു പോകുമ്പോൾ ആ അടയാളത്തിന്റെ പ്രഭാവത്തിൽ അല്പാൽപമായി കുറവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ചില അടയാളങ്ങൾ ഇപ്രകാരമായിരിക്കും, അത് തുടക്കത്തിൽ ചെറുതായിരിക്കും, എന്നാൽ കാലത്തോടൊപ്പം അത് വലുതായിക്കൊണ്ടിരിക്കും. കാലം കടന്നു പോകുന്നതനുസരിച്ച് അതിന്റെ മഹത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഇൽഹാം തറാ നസ്ലൻ ബഈദ ഉണ്ടായപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കേവലം 2 ആൺകുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം
അങ്ങയുടെ വീട്ടിൽ ഏതാനും ആൺകുട്ടികളും പെൺകുട്ടികളും ജനിച്ചു. പിന്നീട് അള്ളാഹു അവരെ വിശാലമാക്കി. ഇപ്പോൾ ആ ആൺമക്കളുടെയും പെൺമക്കളുടെയും തലമുറകൾ ദൈവീക വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ തറാനസ്ലൻ ബഈദയുടെ പുതിയ തെളിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ലോകത്ത് തലമുറകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആക്ഷേപകന് പറയാൻ സാധിക്കുന്നതാണ്, ഇതെന്തടയാളമാണ്. എന്നാൽ തലമുറകൾ ലോകത്ത് അധിക ആളുകൾക്കും ഉണ്ടാകും. എന്നാൽ ചോദ്യം ഇതാണ്, എത്ര ആളുകളുടെ തലമുറ അവരിലേക്ക് ചേർത്തു പറയപ്പെടുകയും അവരിലേക്ക് ചേർന്ന് പറയുന്നതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരായിട്ടുണ്ട്. അധികം ആളുകളുടെയും തലമുറ ഇപ്രകാരമായിരിക്കും, അഥവാ അവരോട് നിങ്ങളുടെ പിതാമഹന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അറിവുണ്ടായിരിക്കുകയില്ല. എന്നാൽ തറാനസ്ലൻ ബഈദ എന്ന ഇൽഹാം പറഞ്ഞു തരുന്നത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലമുറ അങ്ങയിലേക്ക് കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ആളുകൾ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയും, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ തലമുറ അങ്ങയുടെ പ്രവചനം അനുസരിച്ച് അങ്ങയുടെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവാണ്. അതുകൊണ്ട് തറാനസ്ലൻ ബഈദ എന്നതിൽ അങ്ങയുടെ തലമുറ വളരെയധികം ഉണ്ടായിരിക്കും എന്ന പ്രവചനം മാത്രമല്ല ഉള്ളത്, മറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാന മഹത്വത്തിന്റെ കാര്യവും ഈ പ്രവചനത്തിൽ ഇപ്രകാരം അടങ്ങിയിട്ടുണ്ട്. അങ്ങയുടെ സ്ഥാനം ഇത്രമാത്രം ഉയർന്നതും അങ്ങയുടെ പ്രഭാവം ഇത്ര അധികം മഹത്തരവുമാണ്. അങ്ങയുടെ തലമുറ ഒരു മിനിറ്റു നേരം പോലും അങ്ങയുമായി കൂട്ടിച്ചേർത്ത് പറയാതിരിക്കുന്നത് സഹിക്കുകയില്ല. അങ്ങയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ തന്നെയാണ് അവരുടെ മഹത്വവും പ്രൗഢിയും വർദ്ധിക്കുകയും ചെയ്യുക. ഈ പ്രവചനത്തിൽ കേവലം ഈ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെയധികം മക്കളുണ്ടാകും, മറിച്ച് അത് ദിവസവും വർദ്ധിക്കും എന്നും അവർ എത്ര തന്നെ ഉയർന്ന സ്ഥാനവും ഉയർന്ന നിലയിലും എത്തിയാലും അവർക്ക് രാജാധിപത്യം തന്നെ ലഭിച്ചാലും ശരി, അവർ തങ്ങളെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി കൂട്ടിച്ചേർത്ത് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരായിരിക്കും. അതുകൊണ്ട് തറ നസ്ലൻ ബഈദ എന്നതിന്റെ അർത്ഥം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നു, നിന്റെ തലമുറ ഒരിക്കലും തന്നെ നിന്നെ തങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മറക്കുകയില്ല. നിന്റെ തലമുറ ഒരിക്കലും തന്നെ തങ്ങളുടെ പൂർവ്വപിതാവിനെ വിസ്മരിക്കാൻ ശ്രമിക്കുകയില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഇൽഹാമിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ദുഃഖത്തിന്റെ ഒരു ദിവസവും 4 വിവാഹവും. ഇതിന്റെ അർത്ഥം അങ്ങയുടെ തലമുറയിൽ നിന്ന് ചിലർ തീർച്ചയായും മരിക്കും. ഏതുപോലെയാണോ അള്ളാഹുവിന്റെ സുന്നത്തുള്ളത്. എന്നാൽ അങ്ങയുടെ തലമുറ കുറയുകയില്ല, മറിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരാൾ മരിച്ചാൽ 4 പേർ ജനിക്കും. എവിടെയാണോ ഒരാൾ മരിക്കുകയും പകരം 4 പേർ ജനിക്കുകയും ചെയ്യുന്നത്, ആ തലമുറ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഹത്വത്തിന്റെയും സ്ഥാനത്തിന്റെയും ഉയർച്ചയ്ക്കുള്ള അടയാളമായി എന്നും നിലനിൽക്കുന്നതായിരിക്കും. എപ്പോഴും തങ്ങളെ അദ്ദേഹവുമായി കൂട്ടിച്ചേർത്ത് പറയുന്നതിൽ അഭിമാനിക്കും. അവർ തങ്ങളെ അദ്ദേഹവുമായി കൂട്ടിച്ചേർത്ത് പറയുന്നതിൽ അഭിമാനം കൊള്ളുമ്പോൾ അതിന്റെ അർത്ഥം മറ്റു വാക്കുകളിൽ ആ മക്കൾ തങ്ങളുടെ പൂർവ്വപിതാവിന്റെ മഹത്വവും ഉന്നതിയും ഏറ്റുപറയുകയും ലോകം ആ മഹത്വം ഏറ്റുപറയുന്നതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഈ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു പറയാനുള്ള കാരണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിലെ അംഗങ്ങളിലും വലിയ ഉത്തരവാദിത്വം ഇടുന്നുണ്ട്. ഈ കാര്യം തങ്ങളുടെ ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കുക, എല്ലായ്പ്പോഴും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശം മുന്നിൽ വെക്കുക. അതായത് നമ്മോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ട് നമ്മെ അപകീർത്തിപ്പെടുത്തരുത്. കേവലം തലമുറ ആവുക എന്നതല്ല വലുപ്പത്തരം, മറിച്ച് അങ്ങയുടെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും അങ്ങയുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ബഹുമാനവും ആദരവും സ്ഥാനവും സ്ഥാപിക്കേണ്ടതും എല്ലാവരുടെയും നിർബന്ധ കടമയാണ്. അള്ളാഹു ഈ കുടുംബത്തിനും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ, നമുക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ത്യ വിഭജനം നടന്നപ്പോൾ, പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ, ആ സമയത്ത് ഇവർക്ക് ഹദ്റത്ത് അമ്മാജാന്റെയും കുടുംബത്തിലെ മറ്റു സ്ത്രീകളും യാത്ര ചെയ്തിരുന്ന ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ലാഹോറിലെത്തിയതിനു ശേഷം ആദ്യ ദിവസങ്ങളിൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു താമസിച്ചിരുന്ന റത്തൻബാഗിൽ താമസിച്ചു. അതിനുശേഷവും അവർ എല്ലായ്പ്പോഴും ലാഹോറിൽ തന്നെ താമസിച്ചു. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത
ദരിദ്രരോടുള്ള അനുകമ്പയും അതിഥി സൽക്കാരവുമായിരുന്നു. ഒരു വിധത്തിലുള്ള ഫോർമാലിറ്റിയും ഇല്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അധികവും ഇവരുടെ വീട് അതിഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. ഏതു വിധത്തിലുള്ള അതിഥികൾ വന്നാലും ശരി, അത് പ്രിയപ്പെട്ട ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അന്യരാണെങ്കിലും ദരിദ്രരാണെങ്കിലും അവർ ഏറ്റവും ഉന്നതമായ നിലയിൽ അവർക്ക് അതിഥി സൽക്കാരം ഒരുക്കുമായിരുന്നു. ഈ ഗുണം അവരിൽ വളരെ വലിയ തോതിൽ ഉണ്ടായിരുന്നു. വലിയ ബഹുമാന ദൃഷ്ടിയോട് പെരുമാറുമായിരുന്നു. അതുപോലെ ഇവരുടെ വൃത്തം വളരെ വിശാലമായിരുന്നു. കുടുംബക്കാരെ കൂടാതെ വിശാലമായ നിലയിൽ മറ്റുള്ളവരുമായി ബന്ധമുണ്ടായിരുന്നു. ജമാഅത്തിലെ ഓരോ അംഗവുമായി ആർക്കാണോ അവരുമായി ഇടപഴകാൻ സാധിച്ചത് അവർ അങ്ങേയറ്റം അവരെ സ്നേഹിക്കുന്നവരായി തീരുമായിരുന്നു. അതുപോലെ മാലാർകോട്ടിലയിലെ അനഹ്മദി ബന്ധുക്കളുമായി എല്ലായ്പ്പോഴും ബന്ധം വെച്ചു പുലർത്തുകയും അത് സ്ഥാപിക്കുകയും ചെയ്തു, അത് പാലിക്കുകയും ചെയ്തു. ചിലർ താൽക്കാലിക അതിഥികളായി വരുന്നു. ചില സ്ഥിരമായ അതിഥികളും കുടുംബത്തിലെ യുവാക്കളും യുവതികളും ലാഹോറിൽ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിക്കുമ്പോൾ ഇവരെ കൂടാതെയുള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവരുടെ അതിഥി സൽക്കാരം ഇവർക്കും വളരെ തുറന്ന ഹൃദയത്തോടെ നടക്കാറുണ്ടായിരുന്നു. എപ്പോഴെത്തിയാലും അതിഥി സൽക്കാരത്തിനായി മുന്നിട്ട് നിൽക്കുമായിരുന്നു. ഇതുപോലെ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ ഒരുപാട് ചരിത്ര സംഭവങ്ങളും അവർക്കറിയാമായിരുന്നു. അത് അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കേൾപ്പിക്കാറുണ്ടായിരുന്നു. അത് സുരക്ഷിതമാണ്. അള്ളാഹു അവർക്ക് വിശാലത നൽകിയിരുന്നു. അതവർ എല്ലായ്പ്പോഴും സേവനത്തിൽ അവർക്കായി ഉപേക്ഷിച്ചു. ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവുകൾ വഹിച്ചു. വിവാഹ അവസരത്തിൽ വളരെ തുറന്ന ഹൃദയത്തോടുകൂടി നൽകുമായിരുന്നു. അതുപോലെ തന്റെ ഭർത്താവ് മിയ അബ്ബാസ് ഖാൻ സാഹിബിന്റെ മരണത്തിന് ശേഷം നസാറത്ത് അലീമിലൂടെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥിരം സ്റ്റൈപ്പൻഡ് ഇവർ തുടങ്ങി. കുറച്ചുകാലം മുമ്പ് ഇവർ വീണത് കാരണം കാലിൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അത് കാരണം 1-2 ഓപ്പറേഷൻ നടന്നു. വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ വലിയ സഹനത്തോടും ധൈര്യത്തോടും കൂടി കഴിച്ചുകൂട്ടി. അവസാനം ഓഗസ്റ്റ് 31-ാം തീയതിക്കും സെപ്റ്റംബർ 1-ാം തീയതിക്കും ഇടയിലുള്ള രാത്രിയിൽ ഹൃദയാഘാതം ഉണ്ടായി. തന്റെ യഥാർത്ഥ സൃഷ്ടാവിലേക്ക് പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉന്നതമായ നിലവാരത്തിൽ ചന്ത നൽകുന്നവരായിരുന്നു. തന്റെ ഹിസ്സ ജായിദാദ്, ഹിസ്സ വസിയത്ത്, ഹിസ്സ ആമദ് എല്ലാം തന്നെ തന്റെ ജീവിതത്തിൽ നൽകി. 1958 മുതൽ 92-94 വരെ ലജനയുടെ വിവിധ വകുപ്പുകളിൽ ജില്ലാ ലാഹോറിലെ ലജനയുടെ വിവിധ തലത്തിൽ അവർ ഉദ്യോഗസ്ഥയായി സെക്രട്ടറി ആയിക്കൊണ്ട് സേവനം ചെയ്തു. ലാഹോർ ലജനയുടെ ഒരു കാലത്ത് ജനറൽ സെക്രട്ടറിയും ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ദരിദ്രരോട് വളരെയധികം അനുകമ്പയുള്ള ആളായിരുന്നു. അവരെ പരിഗണിക്കുന്ന ആളായിരുന്നു. അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ ചേരുമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, തന്റേതാണ് എന്ന് കരുതി അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കെടുക്കുമായിരുന്നു. അത് അന്യരാണെങ്കിലും ശരി. അങ്ങനെ ഞാൻ മറ്റൊരാളിലും അത് കണ്ടിട്ടില്ല. അഥവാ ആരെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും സേവനം ചെയ്താൽ അവർക്ക് പ്രതിഫലം നൽകുമായിരുന്നു. കാദിയാനിലെ മുനീർ ഹാഫിസാബാദി സാഹിബ് പറയുന്നു, 1989 ജൂബിലി ജൽസയിൽ അവർ കാദിയാനിൽ വന്നപ്പോൾ മുനീർ ഹാഫിസാബാദി സാഹിബിന് അവരെ സേവിക്കാൻ അവസരം ലഭിച്ചു. അദ്ദേഹത്തിനും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലപ്പാവിന്റെ തുണിയുടെ കഷ്ണം തബറുക്കായി നൽകി. അതുപോലെ ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആഗോള ബയ്യത്തിന്റെ സമയത്ത് ഇപ്രാവശ്യം ഞാൻ ഒരു വ്യത്യസ്ത നിറത്തിലുള്ള കോട്ടാണ് ധരിച്ചിരുന്നത്. പച്ച നിറത്തിലുള്ള കോട്ടായിരുന്നില്ല, മറിച്ച് മറ്റൊരു നിറത്തിലുള്ളതായിരുന്നു. ഈ കോട്ടും എനിക്ക് ഇവരാണ് അയച്ചു തന്നത്. ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കോട്ടായിരുന്നു. ഹദ്റത്ത് മിർസ ഷരീഫ് അഹമ്മദ് സാഹിബിന്റെ കയ്യിലായിരുന്നു. പിന്നീട് ഇവരുടെ ഭാഗമായി ഇവർക്ക് ലഭിച്ചു. അവർ എനിക്കത് അയച്ചു തന്നു. ഇത് ഞാൻ താങ്കൾക്ക് അയച്ചു തരികയാണെന്ന് പറഞ്ഞു. പിന്നീട് ഖിലാഫത്തുമായുള്ള ബന്ധം അത് പാരമ്യതയിലുള്ളതായിരുന്നു. വളരെയധികം ബഹുമാനവും ആദരവുമുള്ള ബന്ധമായിരുന്നു. എപ്പോഴും എനിക്ക് ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. സംസാരിക്കാൻ വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു. എപ്പോഴും വ്യാകുലത ഇതായിരുന്നു, എന്റെ മക്കൾക്കും
നന്മ പ്രവർത്തിക്കുന്നതിനുള്ള തൗഫീക്കും എപ്പോഴും ഒത്തൊരുമിച്ച് നിൽക്കുന്നതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഇവരുടെ മക്കളെയും എല്ലായ്പ്പോഴും ഇവരുടെ നന്മയിൽ നിലനിർത്തുമാറാകട്ടെ. പരസ്പരം ഒത്തൊരുമിച്ച് ജീവിച്ചിരിക്കുന്നവരായി തീരട്ടെ. അള്ളാഹുയുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. മഗ്ഫിറത്തോടുകൂടി പെരുമാറട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിനു ശേഷം ഞാൻ ഇവരുടെ ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.